എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വിയറ്റ്നാമി ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷം അതെടുത്ത് ഒരു അരിപ്പയിലിട്ട് പൈപ്പിൻ്റെ മോട്ടർ കാണിച്ച് അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കഴുകി കളയണം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബീഫാണ്. ബീഫ് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ഇനിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇനിയും കുറച്ച് ഫിഷ് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി അരിഞ്ഞത് കുറച്ച് മതി. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. അതെല്ലാം ഒന്ന് അതിൽ പിടിച്ച് പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫിഷ് സോസ്, സൺഫ്ലവർ ഓയിൽ, വെളുത്തുള്ളി, ഉള്ളി, ഉപ്പ് ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 സ്പൂണ് ഫിഷ് സോസ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി 2 സ്പൂണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒരു പുളിയും മധുരവും ഉപ്പും എല്ലാം ഉള്ള ഒരു സോസാണിത്. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. ഇനി കുറച്ച് സാലഡ് കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൈഡ് പീനട്ട്സ് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിവിടെ കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. അത് കാരണം ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് വരും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഓരോ ബൗളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് കഴിക്കാത്തവർക്ക് അതിൽ ഫിഷോ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഫിഷും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾസ് മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഒണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബോട്ടിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ചു വെച്ച പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ലെറ്റ്യൂസ് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച കുക്കുംബറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന ഇല അതെല്ലാം കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി കുറേശ്ശെ സ്പിനാച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡിഷാണിത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. It's very tasty. Tasty. Okay, very nice, very nice. I'm happy for that.